മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ മനോജ് മിശ്ര, ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നിയമപരമായ നടപടിക്രമങ്ങൾ മറികടന്ന് അധികാര പരിധി വിട്ടാണ് കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് ആരോപിച്ചാണ് ഹർജി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് എപ്പോഴാണ് കോടതി ഈ ഹർജി പരിഗണിക്കുക? വിശദാംശങ്ങൾ എന്ത് തരത്തിലായിരിക്കും ഇതിന്റെ തീരുമാനം നമുക്കറിയാൻ കഴിയുക? മോത്തി, ഇന്ന് ജസ്റ്റിസുമാരായ മനോജ് മിശ്രയും ഉജ്വൽ ഭുയാനും അടങ്ങുന്ന ബെഞ്ചാണ് കേരളത്തിലെ ഏറ്റവും ചർച്ചാ വിഷയമായിരുന്ന മുനമ്പം ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉള്ള ഹർജി പരിഗണിക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന കേരള ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ മുൻപാകെ എത്തുന്നത്. കാരണം ഈ ഹർജി നൽകിയിരിക്കുന്ന കേരള വഖഫ് സംരക്ഷണ വേദി പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഈ കേരള ഹൈക്കോടതിയുടെ പരിഗണനാ വിഷയത്തിൽ ഈ വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരിക്കലൊരു ഭൂമി വഖഫ് ആണ് എന്ന് വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം സംബന്ധിച്ചുള്ള ഹർജികൾ പരിഗണിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ്. ഈ ട്രിബ്യൂണലിന്റെ അധികാരം മറികടന്നുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഇത്തരത്തിൽ ഈ മുനമ്പത്തെ വഖഫ് ഭൂമി അല്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഹർജിക്കാർ ഇന്ന് കോടതിക്ക് മുമ്പാകെ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത്. മുതിർന്ന അഭിഭാഷകനായ ഹുഫൈസ അഹമ്മദി ആയിരിക്കും ഈ ഹർജിക്കാർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകാൻ വേണ്ടി പോകുന്നത്. അതേസമയം സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ മുനമ്പത്തെ ചില ഭൂ ഉടമകളും കോടതിയിൽ നിന്ന് ശക്തമായി എതിർക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം സംസ്ഥാനം ഉൾപ്പെടെ ഈ കേസിൽ തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അധികാര പരിധിയിൽ വരാത്തൊരു വിഷയത്തിൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് എന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഹർജിക്കാർ നൽകിയിരിക്കുന്ന ഈ ഹർജിയിൽ സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ്. അതായത് ഇന്ന് ഒരു സ്റ്റേ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ഈ മുനമ്പത്തേത് ഈ വഖഫ് ഭൂമി അല്ല എന്ന ഹൈക്കോടതി ഉത്തരവ് താൽക്കാലികമെങ്കിലും മരവിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റേ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിന് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ അതിനോട് സ്വീകരിക്കുന്ന നിലപാടും വളരെ നിർണായകമായിരിക്കും. ഏതായാലും ഒരു 12 മണിക്ക് മുമ്പ് തന്നെ ജസ്റ്റിസ് മനോജ് മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ ഈ ഹർജികൾ പരിഗണനയ്ക്ക് വരുമെന്നാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ വേണ്ടി കഴിയുന്നത്.